ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. കേരളത്തിലെ തന്നെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. Full syllabus based capsule notes and other study materials in PDF format. 3000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship. 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു ഉഗ്രൻ കോംബോ പാക്കേജ് ഇന്ന് തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ടോപ്പിക്സ് ഒക്കെയാണ് ഫണ്ടമെന്റൽസ് ഓഫ് AC സർക്യൂട്ട്സ്, പിന്നെ AC സർക്യൂട്ട്സ് വിത്ത് പ്യുവർ റെസിസ്റ്റീവ് ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് ലോഡ്സ്, പിന്നെ RLRC RLC സീരീസ് സർക്യൂട്ട്, ഇംപെഡൻസ് കോൺസെപ്റ്റ്, റെസൊണൻസ് ഓൺ RL സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്. ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം AC-യുടെ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്ന കറണ്ടിനെയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ പീരിയോഡിക്കലായിട്ട് ടൈം പീരീഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് മാറി മാറി വരും. ഓക്കെ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അത് ചേഞ്ച് ചെയ്യും. ഇനി ഓൾമോസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഡൊമസ്റ്റിക് ആൻഡ് കമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സപ്ലൈ എന്ന് പറയുന്നത് AC ആണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും നമ്മൾ നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വേവ് ഫോമിന്റെ ഷേപ്പ് സൈനസോയിഡൽ വേവ് ആയിരിക്കും. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് നോക്കിയതായിരുന്നു. ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്, I = Im sin omega t. ഓക്കെ, ഇതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ. Im എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആണ്. ഓക്കെ, ഇനി AC സർക്യൂട്ട്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ടേംസ് ആൻഡ് ഫണ്ടമെന്റൽ ഫോർമുല കുറെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. നേരത്തെ തന്നെ പറഞ്ഞു, ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോം എപ്പോഴും സൈനുസോയിഡൽ ആയിരിക്കും. ഓക്കെ, ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോം എപ്പോഴും സൈനുസോയിഡൽ വേവ് ആയിരിക്കും. ആൻഡ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ. ഓക്കെ, മാക്സിമം പോസിറ്റീവ് അല്ലെങ്കിൽ മാക്സിമം നെഗറ്റീവ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി, അതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതാ ഈ ഒരു ഫുൾ സൈൻ വേവ് കംപ്ലീറ്റ് ചെയ്യുന്ന ഇത് മുതൽ ഇതുവരെയാണ് 1 സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫുൾ സൈക്കിളില് ഈ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അറ്റൈൻ ചെയ്യുന്ന മാക്സിമം പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം നെഗറ്റീവ് വാല്യൂ, അതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മാക്സിമം വാല്യൂന്ന് പറയുന്ന വേറൊരു പേരാണ് പീക്ക് വാല്യൂ. ഓക്കെ, അപ്പൊ അതാണ് ആംപ്ലിറ്റ്യൂഡിന്റെ ഡെഫിനിഷൻ. ഇനി സൈക്കിൾ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഫുൾ സെറ്റ് അല്ലെങ്കിൽ ഒരു ഫുൾ വേവ്, ഇതിനെയാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ടായിരിക്കും, നെഗറ്റീവ് വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പം ഇത് മൊത്തം വരുമ്പോഴത്തേക്കും 360 ഡിഗ്രി അല്ലെങ്കിൽ 2π റേഡിയൻസ് ആയിരിക്കും വരുന്നത്. അടുത്തത് ടൈം പീരിയഡ്. ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എടുക്കുന്ന ടൈം. അതായത് ഇതാണ് ഒരു ഫുൾ സൈക്കിൾ. അപ്പോൾ ഈ ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എടുക്കുന്ന ടൈം പീരീഡ് അല്ലെങ്കിൽ എടുക്കുന്ന ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം പീരീഡ് റീപ്രസെന്റ് ചെയ്യുന്നത് T എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. അടുത്തത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ഫ്രീക്വൻസിയെ F എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്, അതാണ് ഫ്രീക്വൻസി. ഇനി ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താ? ഹേർട്സ് ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹേർട്സ്, ടൈം പീരീഡിന്റെ യൂണിറ്റ് സെക്കൻഡ്സ്. ഇപ്പൊ ടൈം പീരീഡ്
സെക്കൻഡ്സ് ആണ്. 1/seconds അല്ലെങ്കിൽ 1/ടൈം പീരീഡ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹേർട്സ് ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/50 ആണ്, അതായത് 0.02 സെക്കൻഡ്സ്. അപ്പോൾ തിരിച്ചും ചോദിക്കാം, ടൈം പീരീഡ് തന്നിട്ടുണ്ടായിരിക്കും, ഫ്രീക്വൻസി ചോദിക്കുവാണെങ്കിൽ അതേപോലെ തന്നെ റെസിപ്രോക്കൽ എടുത്തിട്ട് സോൾവ് ചെയ്താൽ മതി. നെക്സ്റ്റ്, ഇൻസ്റ്റന്റീനിയസ് വാല്യൂ. ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഇൻസ്റ്റന്റീനിയസ് വാല്യൂ എന്താണ് എന്നുള്ളത് നോക്കാം. അതായത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡിൽ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എടുക്കുന്ന ആ ഒരു വാല്യൂ, അതിനെയാണ് ഇൻസ്റ്റന്റീനിയസ് വാല്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇപ്പം 0 to ടോട്ടൽ ടൈം പീരീഡ് ടി എന്ന് എടുക്കാം. നമുക്കിത് 0 to t എന്ന് പറയുന്നതാണ് ഒരു ഫുൾ സൈക്കിൾ. അതിൽ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി വേരി ചെയ്യാണ്. അപ്പോൾ 0 മുതൽ ഇതുവരെ നമുക്ക് പല ഇൻസ്റ്റൻസ് ഉണ്ട് അല്ലെ, പല ടൈം പീരിയഡ്സ് അല്ലെങ്കിൽ പല ടൈംസ് ഉണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു ടൈം പീരീഡിൽ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എടുക്കുന്ന ആ ഒരു വാല്യൂ, അതിനെയാണ് ഇൻസ്റ്റന്റീനിയസ് വാല്യൂ ഓഫ് ദാറ്റ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക, വാല്യൂ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. നെക്സ്റ്റ് ഉള്ളത് പീക്ക് വാല്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞു, പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ. ഓക്കെ, അതായത് അത് മാക്സിമം പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ മാക്സിമം നെഗറ്റീവ് ആവാം, രണ്ടും. ഇത് പോസിറ്റീവ് പീക്ക് വാല്യൂ എന്ന് പറയും, ഇതിനെ നെഗറ്റീവ് പീക്ക് വാല്യൂ എന്ന് പറയും. അപ്പോൾ ഒരു ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം എത്തി, വീണ്ടും 0 വന്നിട്ട് നെഗറ്റീവ് മാക്സിമത്തിൽ വന്ന് വീണ്ടും 0 എത്തുന്നു. സോ ഇതിനെയാണ് ഒരു ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു ഫുൾ സൈക്കിൾ എടുക്കുമ്പോഴത്തേക്കും 2 പീക്ക് വാല്യൂസ് ആണ് കാണപ്പെടുന്നത്. ഇനി അടുത്തത് പീക്ക് ടു പീക്ക് വാല്യൂ. പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പീക്കിൽ നിന്ന് വേറൊരു പീക്ക് വരെയുള്ള വാല്യൂ, ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ വാല്യൂ. അപ്പം ഇത് പോസിറ്റീവ് പീക്കാണ്, ഇത് നെഗറ്റീവ് പീക്കാണ്. സോ ഇത്രയും ഈ പോസിറ്റീവ് പീക്ക് മുതൽ നെഗറ്റീവ് പീക്ക് വരെയുള്ള വാല്യൂ ആണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റീനിയസ് വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം നെഗറ്റീവ് വാല്യൂ, അതിനെയാണ് പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇതിനെ പോസിറ്റീവ് പീക്ക് എന്നും നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് പീക്ക് വാല്യൂ എന്നും പറയും. പീക്ക് ടു പീക്ക് എന്ന് പറഞ്ഞാൽ ഒരു പീക്ക് മുതൽ നെക്സ്റ്റ് പോസിറ്റീവ് പീക്ക് മുതൽ നെഗറ്റീവ് പീക്ക് വരെയുള്ള ആ ഒരു വാല്യൂവിനെയാണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. പീക്ക് ടു പീക്ക് വാല്യൂ, അപ്പൊ നമുക്കതിനെ പീക്ക് ടു പീക്കിനെ P2P എന്ന് എടുക്കാം കേട്ടോ. P2P എന്ന് എടുക്കാം. P2P എന്ന് പറയുന്നത് 2 ടൈംസ് പീക്ക് വാല്യൂ. P2P എന്ന് പറയുന്നത് P2 പീക്ക് ആണ്, P എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ആണ്. അപ്പം പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ട്വൈസ് ദ പീക്ക് വാല്യൂ ആണ്. അടുത്തത് ഇഫക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ RMS വാല്യൂ. ഓക്കെ, RMS വാല്യൂവിന് പറയുന്ന വേറൊരു പേരാണ് ഇഫക്റ്റീവ് വാല്യൂ. RMS എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ കേട്ടോ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് RMS വാല്യൂ. ഇനി ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഒരു പർട്ടിക്കുലർ ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് കറണ്ടും ഓൾട്ടർനേറ്റിംഗ് കറണ്ടും എടുക്കാം. ഇപ്പോ ഒരു പർട്ടിക്കുലർ വാല്യൂല് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഡയറക്റ്റ് കറണ്ടിന്റെ അത്രയും ഹീറ്റിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ആ വാല്യൂവിനെയാണ് RMS വാല്യൂ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ടൊരു ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഹാസ് ആൻ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് 1 ആംപിയർ. എപ്പോഴാണ്? അതായത് 1 ആംപിയർ ഓഫ് ഡയറക്റ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ഹീറ്റ് ഈ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അതേ ടൈം പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ RMS വാല്യൂ എത്രയായിരിക്കും? 1 ആംപിയർ. ഓക്കെ, അതായത് ഡയറക്റ്റ് കറണ്ട് 1 ആംപിയർ ഡയറക്റ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ഹീറ്റ് അതേ റേറ്റ് അല്ലെങ്കിൽ അതേ ടൈം പീരിയഡിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടും പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ആ കറണ്ടിന്റെ ഇഫക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ RMS വാല്യൂ എന്ന് പറയുന്നത് 1 ആംപിയർ ആണ്. ഓക്കെ, ഇനി ഈ ഫോർമുലകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഓർത്ത് വെക്കേണ്ട ഫോർമുലാസ് ആണ്. RMS വാല്യൂ ഓഫ് സൈൻ വേവ്, അതായത് വോൾട്ടേജ് VRMS-ഉം IRMS-ഉം ഇത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചോളൂ. വോൾട്ടേജിന്റെ RMS വാല്യൂ VRMS എന്ന് പറയുന്നത് 1/√2 ടൈംസ് മാക്സിമം വാല്യൂ. 1/√2 ടൈംസ് മാക്സിമം വാല്യൂ. VM എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ്.
ഓക്കെ, അപ്പൊ മാക്സിമം വാല്യൂ തന്നിട്ട് RMS വാല്യൂ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ച്. അപ്പൊ VRMS എന്ന് പറയുന്നത് എന്താണ്? 1/√2 ടൈംസ് ഓഫ് മാക്സിമം വോൾട്ടേജ് വാല്യൂ VM. 1/√2 എന്ന് പറയുന്നത് 0.707. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സൊല്യൂഷൻസ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാൽക്കുലേഷൻസ് ഒക്കെ കാണാതെ പഠിച്ചു വെക്കുക. 1/√2 എന്ന് പറയുന്നത് 0.707 ആണ്. √2 ഉണ്ട്. √2 എന്ന് പറഞ്ഞാൽ √2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.414. ഈ വാല്യൂസ് ഒക്കെ കാണാതെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഇനി 1/√2 എന്ന് പറയുന്നത് 1/√2, അതായത് 1/1.414, അത് 0.707 ആണ്. അപ്പോ VRMSഉം VMഉം തമ്മിലുള്ള റിലേഷൻ ചോദിക്കുകയാണെങ്കിൽ VRMS ഈക്വൽ ടു 1/√2 ടൈംസ് ഓഫ് മാക്സിമം വാല്യൂ. അതേപോലെ തന്നെ കറണ്ടിനും വരും. IRMS എന്ന് പറയുന്നത് 1/√2 ടൈംസ് ഓഫ് മാക്സിമം കറണ്ട്. 1/√2 എന്ന് പറയുന്നത് 0.707 ആണ്. സോ IRMS എന്ന് പറയുന്നത് 0.707 IM ആണ്. ഓക്കെ, അപ്പം ഇത് RMS വാല്യൂ. നെക്സ്റ്റ് അടുത്തത് നോക്കാം, ആവറേജ് വാല്യൂ. ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ RMS വാല്യൂ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് സെയിം ഡെഫിനിഷൻ തന്നെയാണ് ആവറേജ് വാല്യൂവിനും വരുന്നത്. ഇവിടെ നമ്മൾ സെയിം ഹീറ്റിംഗ് ഇഫക്റ്റ്, അതായത് ഡയറക്റ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ഹീറ്റ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അതേ ടൈം പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ആ പർട്ടിക്കുലർ വാല്യൂവിന് RMS വാല്യൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാല് DC കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന അതേ ചാർജ് AC കറണ്ട് അതേ ടൈം പീരീഡിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ വാല്യൂവിനെയാണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ RMS വാല്യൂ എന്ന് പറയുന്നത് RMS വാല്യൂയിൽ വരുമ്പോഴത്തേക്കും ട്രാൻസ്ഫറിങ് ഹീറ്റ് ആണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് ഹീറ്റ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് സെയിം ചാർജ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, ആ രണ്ടും ഒന്ന് ഓർമ്മിച്ച് വെക്കണേ. RMSൽ വരുമ്പോഴത്തേക്കും എന്താണ്, ഹീറ്റ് പ്രൊഡക്ഷൻ ആണ്, ഇവിടെ ചാർജ് ട്രാൻസ്ഫറിങ് ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് ഡെഫിനിഷൻ നോക്കിക്കോളൂ. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് വാല്യൂ ഓഫ് DC കറണ്ട് വിച്ച് ട്രാൻസ്ഫേഴ്സ് അക്രോസ് any point of the circuit same charge as it is transferred by AC current of the same time. So അതിനെയാണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ആവറേജ് വാല്യൂവിന് പറയുന്ന വേറൊരു പേര് മീൻ വാല്യൂ എന്നാണ്. ആവറേജ് വാല്യൂവിന് പറയുന്ന വേറൊരു പേര് മീൻ വാല്യൂ എന്നാണ്. ഓക്കെ, ഇനി എപ്പോഴും നമ്മൾ ആവറേജ് വാല്യൂ മെഷർ ചെയ്യുമ്പോൾ ഹാഫ് സൈക്കിളിന് മാത്രമേ ആവറേജ് വാല്യൂ മെഷർ ചെയ്യാറുള്ളൂ. ഒരു കംപ്ലീറ്റ് സൈക്കിളിന് മെഷർ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ ആവറേജ് വാല്യൂ ഓവർ 1 കംപ്ലീറ്റ് സൈക്കിൾ 0. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. ആവറേജ് വാല്യൂ ഓവർ 1 കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് ആവറേജ് വാല്യൂ വിത്ത് റെസ്പെക്ട് ടു മാക്സിമം വാല്യൂ, ആ ഒരു ഇക്വേഷൻ ഉണ്ട്, റിലേഷൻ ബിറ്റ്വീൻ ആവറേജ് വാല്യൂ ആൻഡ് മാക്സിമം വാല്യൂ. ഇതാണ് ഇക്വേഷൻ. ഈ ഒരു വാല്യൂ ഒന്ന് പഠിച്ചു വെക്കുക. ആവറേജ് വാല്യൂ ഈസ് ഈക്വൽ ടു 0.637 ടൈംസ് മാക്സിമം വാല്യൂ. വി ആവറേജ് എന്ന് പറയുന്നത് 0.637 ടൈംസ് വി മാക്സ്. ഐ ആവറേജ് എന്ന് പറയുന്നത് 0.637 ടൈംസ് ഐ. ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, ഡെറിവേഷന്റെ ആവശ്യമില്ല, വാല്യൂ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ആൻഡ് ഈ ഒരു ഫോർമുല കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പീക്ക് വാല്യൂവും ആവറേജ് വാല്യൂവും തമ്മിലുള്ള റിലേഷൻ, വി ആവറേജ് എന്ന് പറയുന്നത് 2/π ഇൻറ്റു പീക്ക് വാല്യൂ, 2/π ഇൻറ്റു VP ആണ്. അപ്പൊ 2/πയുടെ വാല്യൂ ആണ് ഈ 0.637. സോ ഇപ്പൊ നമ്മൾ രണ്ട് വാല്യൂസ് പഠിച്ചു വെക്കണം. VRMS എന്ന് പറയുന്നത് 0.707 ടൈംസ് VM അല്ലെങ്കിൽ 1/√2 ടൈംസ് VM. അതേപോലെ തന്നെ കറണ്ടും നോക്കി വെക്കാം. അതേപോലെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0.637 ടൈംസ് VM അല്ലെങ്കിൽ 2/π ഇൻറ്റു VP അല്ലെങ്കിൽ VM എന്ന് എടുക്കാം. ഓക്കെ, അടുത്തത് ഫോം ഫാക്ടർ. ഈ ഫോർമുലകളൊക്കെ അല്ലെങ്കിൽ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. കാരണം എന്താണ്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് റിലേഷൻസ്, ഓരോരോ വാല്യൂസിന്റെ റിലേഷൻസ് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഫോർമുല എന്താണെന്നൊക്കെ ചോദിക്കാം. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ. ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ആണ്. അപ്പൊ റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ ആണ് ഫോം ഫാക്ടർ. ചിലപ്പോഴൊക്കെ ഫോം ഫാക്ടറിനെ KF എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ KF എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. RMS വാല്യൂ ഇപ്പൊ വോൾട്ടേജ് എടുക്കുവാണെങ്കിൽ RMS വാല്യൂ ഇൻ ടേംസ് ഓഫ് മാക്സിമം വാല്യൂ നമുക്ക് 0.707 ടൈംസ് VM എന്ന് എടുക്കാം, അല്ലെ? ആവറേജ് വാല്യൂ നമ്മൾ എത്രയാ നോക്കിയത്? 0.637 ടൈംസ് VM എന്ന് എടുത്തു. അപ്പൊ ഇവിടെ VM ക്യാൻസൽ ആവും. 0.707 ഡിവൈഡ് ബൈ 0.637 ചെയ്യുമ്പോൾ നമുക്ക് 1.11 എന്ന് കിട്ടും.
ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫോം ഫാക്ടറിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും 1.11. ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ, അപ്പം ഇതും ചോദിക്കാം. ദ വാല്യൂ ഓഫ് ഫോം ഫാക്ടർ ഈസ് എത്ര എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പൊ 1.11 ആണ്. ഓക്കെ, ഇനി ഈ RMS വാല്യൂ, ആവറേജ് വാല്യൂ, അതിന്റെ വാല്യൂസ് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഫോം ഫാക്ടർ വേരി ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഇത് നോക്കാം. RMS വാല്യൂ ആവറേജ് വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കുമ്പോഴത്തേക്കും ഫോം ഫാക്ടർ 1. ഇപ്പൊ സപ്പോസ് RMS വാല്യൂ ആവറേജ് വാല്യൂവിനേക്കാളും കൂടി വരികയാണ്. നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സൈനുസോയിഡൽ വേവ് ഫോമിന്റെ ആണ് പറഞ്ഞത്. ഒരു സൈനുസോയിഡൽ വേവ് ഫോമിന്റെ ഫോം ഫാക്ടർ 1.11 എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി RMS വാല്യൂ ആവറേജ് വാല്യൂവിനേക്കാളും കൂടി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ന്യൂമറേറ്റർ കൂടുതലും ഡിനോമിനേറ്റർ കുറവുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോം ഫാക്ടർ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി നമ്മളൊരു റെക്ടാങ്കുലർ വേവ് എടുക്കുകയാണെങ്കിൽ, ഇത് സൈനുസോയിഡൽ വേവിന്റെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. റെക്ടാങ്കുലർ വേവ് എടുക്കുകയാണെങ്കിൽ RMS വാല്യൂ ആവറേജ് വാല്യൂ സെയിം ആയിരിക്കും. അതായത് RMSഉം ആവറേജും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും ക്യാൻസൽ ആയിട്ട് പോയിട്ട് നമുക്ക് എന്താ കിട്ടുക? ഫോം ഫാക്ടർ 1 എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം അതാണ് ഫോം ഫാക്ടറും. ഇപ്പം ഇത് സൈൻ വേവിന്റെ ഫോം ഫാക്ടർ വാല്യൂ ആൻഡ് റെക്ടാങ്കുലർ വേവിന്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. അടുത്ത് നമുക്ക് പീക്ക് ഫാക്ടർ അല്ലെങ്കിൽ ക്രസ്റ്റ് ഫാക്ടർ എന്താണെന്ന് നോക്കാം. പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ ആണ് പീക്ക് ഫാക്ടർ. മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ ആണ് പീക്ക് ഫാക്ടർ. മാക്സിമം വാല്യൂ VM ആണ്. RMS വാല്യൂ എന്ന് പറയുന്നത് 0.707 ടൈംസ് VM ആണ്. അപ്പോ 1/0.707 എന്ന് പറയുന്നത് 1.424 അല്ലെങ്കിൽ റൂട്ട്. ഓക്കെ, അപ്പോ പീക്ക് ഫാക്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത് √2 ആണ്. ഇതെല്ലാം സൈനുസോയിഡൽ വേവ് ഫോമിന് റെഫറൻസ് ആയിട്ട് എടുത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന വാല്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് റിലേഷൻസ് ആണ്. ആവറേജ് വാല്യൂം പീക്ക് വാല്യൂം തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ആവറേജ് വാല്യൂ വി ആവറേജ് എന്ന് എടുക്കാം. വി ആവറേജ് ഈസ് ഈക്വൽ ടു 0.637 ടൈംസ് പീക്ക് വാല്യൂ. വി ആവറേജ് ഇസ് 0.637 ടൈംസ് പീക്ക് വാല്യൂ. അപ്പൊ നമ്മൾ അതിനെ ഇക്വേഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? വി ആവറേജ് VA അല്ലെങ്കിൽ VAV എന്ന് എടുക്കാം. ആവറേജിന് VAV എന്ന് എടുക്കാം. ഈക്വൽ ടു 0.637 ടൈംസ് പീക്ക് വാല്യൂ VP എന്ന് പറഞ്ഞ് എടുക്കാം. ഓക്കെ, അടുത്തത് എന്താ? RMS വാല്യൂ ഇസ് 0.707 ടൈംസ് പീക്ക് വാല്യൂ. VRMS ഈക്വൽ ടു 0.707 ടൈംസ് പീക്ക് വാല്യൂ VP. ഇനി പീക്ക് വാല്യൂ എന്താ? പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 1.414 ടൈംസ് RMS വാല്യൂ. ഓക്കെ, പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 1.414 ടൈംസ് RMS വാല്യൂ, അതായത് √2 ടൈംസ് RMS വാല്യൂ. പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 2 × 1.414 വരും. അപ്പം 2.828 ടൈംസ് RMS വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് AC-യുടെ അഡ്വാൻറ്റേജസ് കമ്പയർഡ് ടു DC, AC-ക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് നോക്കാം. മെയിൻ ഒരു ഇത് എങ്ങനെയാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ AC വോൾട്ടേജിനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുകൊണ്ടാണ് ട്രാൻസ്മിഷൻ പർപ്പസിന് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC സപ്ലൈ യൂസ് ചെയ്യുന്നത്. ഇനി ലോസസ് കുറവായിരിക്കും. നമ്മളിപ്പം AC സപ്ലൈ യൂസ് ചെയ്തിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുവാണ്, ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ നമ്മൾ യൂഷ്വലി ട്രാൻസ്മിഷൻ ലൈൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഹൈ വോൾട്ടേജിലാണ് അല്ലെങ്കിൽ HV ട്രാൻസ്മിഷനാണ് ചെയ്യുന്നത്. സോ AC കറണ്ട്, ഹൈ വോൾട്ടേജ് AC കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലോസ് കുറവായിരിക്കും. ഇനി കറണ്ട് കുറയുന്നത് കൊണ്ട് സ്മോളർ ട്രാൻസ്മിഷൻ ലൈൻസ് ക്യാൻ ബി യൂസ് ടു റെഡ്യൂസ് ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. അപ്പം ഇതാണ് AC-യുടെ അഡ്വാൻറ്റേജസ് ഓവർ DC. ഒത്തിരി പറയാം, ജസ്റ്റ് മൂന്നെണ്ണം മാത്രമേ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. അടുത്ത മെയിൻ ആയിട്ട് ഒരു സംഭവമാണ് ഫേസും ഫേസ് ഡിഫറൻസും. ഫേസ് ഡിഫറൻസ്, നമ്മൾ പലതരത്തിലുള്ള ലോഡ്സ് ഉണ്ടായിരിക്കും. അപ്പം ഓരോ ലോഡ് അല്ലെങ്കിൽ ഓരോ പവർ ഫാക്ടർ ഒക്കെ വരുമ്പോഴത്തേക്കും ഫേസും ഫേസ് ഡിഫറൻസും എന്ന് പറയുന്ന ടേംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്കിൾ ത്രൂ വിച്ച് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഹാസ് അഡ്വാൻസ്ഡ് ഫ്രം സെലക്ടഡ് സീറോ പൊസിഷൻ ഓഫ് റെഫറൻസ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു റെഫറൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഒരു വേവ് ഫോമിന്റെ പൊസിഷൻ, ആ ഒരു സൈക്കിളിൽ വേവ് ഫോമിന്റെ പൊസിഷന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഫേസ് എന്ന് പറയുന്നത്.
ഓക്കെ, അതായത് സീറോ പൊസിഷനിൽ നിന്നും ആ ഒരു വേവ് ഫോം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അത് വെച്ചിട്ടാണ് ആ ഒരു വേവിന്റെ ഫേസ് നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാല് രണ്ട് വേവുകൾ എടുക്കുവാണെങ്കിൽ ആ രണ്ട് വേവിന്റെ പൊസിഷൻസിലുള്ള ഷിഫ്റ്റ് എങ്ങനെയാണോ ആ രണ്ട് വേവ് അഡ്വാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ രണ്ട് വേവ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആ വേവിന്റെ പൊസിഷൻ ആണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഫേസ് ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് വേവ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. ആ രണ്ട് ക്വാണ്ടിറ്റിക്കും 0 പോയിന്റ് ഡിഫറെന്റ് ആയിരിക്കും. എപ്പോഴും നമ്മളിപ്പോ സൈനുസോയിഡൽ വേവ് വരയ്ക്കുമ്പോഴത്തേക്കും അത് എപ്പോഴും 0 ആയിരിക്കുമല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സൈനുസോയിഡൽ വേവ് സൈൻ വേവ് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും അത് എപ്പോഴും 0 സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, ഇങ്ങനെ 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ട് വേവ് ഫോം എടുക്കുവാണെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു വേവും കൂടെ ഒരു കുഞ്ഞു വേവും കൂടെ ഇതേപോലെ തന്നെ എടുക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ വേറൊരു വേവും കൂടെ എടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ രണ്ട് വേവ് ഫോം ഉണ്ട്. അപ്പോ എങ്ങനെയാണോ ഈ വേവ് ഫോമിന്റെ 0 പോയിന്റ്സ് വേരി ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഫേസ് ഡിഫറൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം രണ്ട് വേവ് ഫോം ഇൻ ഫേസ് അല്ലെങ്കിൽ രണ്ട് വേവ് ഫോമും അല്ലെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റീസും ഫേസിലാണ് അല്ലെങ്കിൽ ഇൻ ഫേസ് ആണ് എന്ന് എപ്പോഴാ പറയുന്നതെന്ന് പറഞ്ഞാൽ അവ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കുമ്പോൾ രണ്ട് വേവ് ഫോം ഇൻ ഫേസ് എന്ന് പറയും. ഇപ്പൊ ഞാൻ വരച്ചതുപോലെയാണ്, ഇതാ ഇങ്ങനെ ഒരു വേവ് ഫോം വരുന്നു. അപ്പം ഇതാ ഒരു വേവ് ഫോം വരയ്ക്കുന്നു, സൈനുസോയിഡൽ വേവ് ഫോം വരയ്ക്കുന്നു, വേറെയും ഒരു വേവ് ഫോം വരയ്ക്കുന്നു. അപ്പൊ ഈ വേവ് ഫോമിന്റെ നേച്ചർ നോക്കിക്കേ, വേരിയേഷൻ നോക്കിക്കേ, 0 മാക്സിമം എത്തി, വീണ്ടും 0 എത്തി, നെഗറ്റീവ് മാക്സിമം എത്തി, വീണ്ടും 0 എത്തി. ഇതേപോലെ തന്നെ ഞാൻ വേറൊരു വേവ് ഫോമും വരയ്ക്കുവാണെന്ന് വിചാരിക്കുക. അതിന്റെ മാഗ്നിറ്റ്യൂഡിന് വ്യത്യാസമുണ്ട്, അതായത് ആ ഒരു വേവ് ഫോമിന്റെ ഹൈറ്റിന് വ്യത്യാസമുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ 0 സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരേ പോയിന്റിൽ മാക്സിമം എത്തുന്നു, ഒരേപോലെ അടുത്ത് 0 എത്തുന്നു, ഒരേപോലെ നെഗറ്റീവ് മാക്സിമം എത്തുന്നു, ഒരേപോലെ വീണ്ടും 0 എത്തുന്നു. ഇങ്ങനെ രണ്ട് വേവ് ഫോം വരികയാണെങ്കിൽ ഇവ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. 0 പോയിന്റ് സെയിം ആണ്, മാക്സിമം പോയിന്റ് സെയിം ആണ്, എല്ലാം സെയിം ആണ്. ഓരോ ടൈം പീരിയഡിൽ വരുമ്പോഴത്തേക്കും എല്ലാ ടൈം വേരിയേഷനും സെയിം ആണ്, മാഗ്നിറ്റ്യൂഡിന് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ ഈ വേവ് ഫോംസിന്റെ ഫേസ് ഡിഫറൻസ് എന്തെന്ന് പറയുന്നു? 0 എന്നാണ് പറയുന്നത്. അപ്പോ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ വേവ് ഫോംസ് ആർ ഇൻ ഫേസ്. ഇത് 0 അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയും. അതായത് ഒന്ന് നമ്മൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു വേവ് ഫോം നേരത്തെ പറഞ്ഞ പോലെ നോർമലി സൈനുസോയിഡൽ വേവ് ഫോം നമ്മൾ വരയ്ക്കുന്നു. അടുത്ത വേവ് ഇവിടെ നിന്നെങ്ങാനും സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഇത് 0 പോയിന്റ് ഇവിടെയാണ് ഈ വേവ് ഫോമിന്റെ, മറ്റേ വേവ് ഫോമിന്റെ 0 പോയിന്റ് ഇവിടെയാണ്, മാക്സിമം ഇവിടെ വരുന്നു, ഇതിന്റെ മാക്സിമം ഇവിടെ വരുന്നു, അടുത്ത 0 ഈ വേവിന്റെ ഇവിടെ വരുന്നു, ഈ വേവിന്റെ ഇവിടെ വരുന്നു. അപ്പൊ എല്ലാ പോയിന്റ്സും ഡിഫറെന്റ് ആണ്. അപ്പോ ഈ രണ്ട് വേവ് ഫോമും ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഫേസും ഫേസ് ഡിഫറൻസ്. ഇനി ഇതാ ഒരു വേവ് ഫോം വരച്ചിട്ടുണ്ട്, കറണ്ട് വേവ് ഫോമും വരച്ചിട്ടുണ്ട്, വോൾട്ടേജ് വേവ് ഫോമും വരച്ചിട്ടുണ്ട്. അപ്പം മുകളിലുള്ളത് വോൾട്ടേജിന്റെ വേവ് ഫോം ആണ്, സൈനുസോയിഡൽ വോൾട്ടേജ്, മറ്റത് സൈനുസോയിഡൽ കറണ്ട് വേവ് ഫോം. ഡിഫറെന്റ് ടൈം പീരിയഡ്സ്. ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയാണ് തന്നിരിക്കുന്നത്. തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ഒമേഗ ടി എന്ന് റിപ്രസെന്റ് ചെയ്യാം. ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക, ആംഗുലർ ഫ്രീക്വൻസി ആണ് ഒമേഗ എന്ന് പറയുന്നത്, ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 × പൈ × എഫ് ആണ്. ഈ വാല്യൂ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. 2πf ആണ് ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി. ഓക്കെ, ഒമേഗ ഈക്വൽ ടു 2πf ആണ് ആംഗുലർ ഫ്രീക്വൻസി. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് വോൾട്ടേജ് വേവ് ഫോം, ഇത് കറണ്ട് വേവ് ഫോം. രണ്ട് വേവ് ഫോമും ഒരേ 0 പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരേ π/2 എത്തുമ്പോൾ, അതായത് 90 ഡിഗ്രി എത്തുമ്പോഴാണ് രണ്ടും എന്ത് ചെയ്യുന്നത്? മാക്സിമം വാല്യൂവിൽ റീച്ച് ചെയ്യുന്നത്. അതായത് കറണ്ട് IM എന്ന് പറയുന്ന വാല്യൂവിലും വോൾട്ടേജ് VM എന്ന് പറയുന്ന വാല്യൂവിൽ റീച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഒരേ ടൈം പീരീഡ്, അതായത് പൈ എത്തുമ്പോഴത്തേക്കും തീറ്റ ഈക്വൽ ടു പൈ എത്തുമ്പം രണ്ടും 0 വരുന്നു. എന്നിട്ട് തീറ്റ ഈക്വൽ ടു 3π/2 വരുമ്പം രണ്ടും നെഗറ്റീവ് മാക്സിമത്തിൽ എത്തുന്നു. ആൻഡ് തീറ്റ ഈക്വൽ ടു 2π വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? രണ്ടും 0 എത്തുന്നു. അപ്പോ ഇവര് തമ്മിൽ, ഈ രണ്ട് വേവ് ഫോം തമ്മിൽ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. സോ ഈ വോൾട്ടേജും കറണ്ടിനെയും നമുക്ക് എന്തെന്ന് പറയാം? ഇൻ ഫേസ് എന്ന് പറയാം. ഇൻ ഫേസ് ആയിരിക്കുമ്പോഴത്തേക്കും വോൾട്ടേജിന്റെ ഇക്വേഷൻ VM sin ω t, കറണ്ടിന്റെ ഇക്വേഷൻ IM sin ω t.
ആൻഡ് ഫേസർ വരയ്ക്കുമ്പോൾ നോക്കിക്കേ, ഇൻ ഫേസ് എന്ന് പറയുമ്പോൾ ഒരേ ഫേസിലാണ് വോൾട്ടേജും കറണ്ടും വരുന്നത്. അപ്പൊ വോൾട്ടേജ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ വോൾട്ടേജ് വരുന്ന അതേ പൊസിഷനിൽ തന്നെ നമ്മൾ എന്തെടുക്കണം, കറണ്ടിന്റെ വേവ് ഫോമും അല്ലെങ്കിൽ കറണ്ടിന്റെ ഫേസ്, ഇത് വേവ് ഫോം അല്ല ഫേസർ ആണ്, ഇത് വേവും ഇത് ഫേസറും ആണ്. ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ വോൾട്ടേജിന്റെ അതേ ഫേസിൽ തന്നെ അല്ലെങ്കിൽ അതേപോലെ തന്നെ കറണ്ടും വേരി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എടുക്കും. ഓക്കെ, അപ്പൊ ഇത് ഇൻ ഫേസ്. ഇനി ഔട്ട് ഓഫ് ഫേസ് ഉണ്ട്. ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയുമ്പോൾ ലാഗിങ്ങും വരും ലീഡിങ്ങും വരും. അതും നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഔട്ട് ഓഫ് ഫേസ്. ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് രണ്ട് വേവ് ഫോം ഔട്ട് ഓഫ് ഫേസ് എന്നാണ് പറയുന്നത്. ദാ നോക്കിക്കേ, ഒരു വേവ് ഫോം ഇവിടുന്ന്, ഒരു വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത് ദാ ഈ പോയിന്റിലാണ്, -π/2 എന്നാണ് ഒരു വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മാക്സിമം എത്തുന്നത് 0-യിലാണ്, θ=0-യിലാണ് അത് മാക്സിമം എത്തുന്നത്. അപ്പോഴാണ് അടുത്ത വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കിക്കേ, അടുത്ത വേവ് ഫോം ദാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത വേവ് ഫോം മാക്സിമം എത്തുമ്പോൾ ആദ്യത്തെ വേവ് ഫോം എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രിയിൽ എത്തുന്നു. ഓക്കെ, അപ്പം ഓരോന്നിന്റെയും ടൈം പീരിയഡ് ഡിഫറെന്റ് ആണ്. അപ്പോ ഇവരുടെ ഫേസ് ഡിഫറൻസ് ഒരിക്കലും 0 അല്ല, ഡിഫറൻസ് ഇൻ ഫേസ് 0 അല്ല. അപ്പം ഇവര് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ -π/2 ഇത് 0 ആണ്. അപ്പം ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, ഈ രണ്ട് വേവ് ഫോം തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞെടുക്കാം. അപ്പൊ അതാണ് ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയുന്നത്. ഇനി ഔട്ട് ഓഫ് ഫേസ് പറയുമ്പോഴത്തേക്കും നമുക്ക് ലാഗിങ്ങും വരും ലീഡിങ്ങും വരും. ഓക്കെ, ആദ്യം ലാഗിങ് എന്താണെന്ന് നോക്കാം. കറണ്ടും വോൾട്ടേജും വെച്ചിട്ടാണ് ലാഗിങ് ലീഡിങ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇത് നോക്കിക്കേ, വോൾട്ടേജ് വേവ് ഫോം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ കറണ്ട് വേവ് ഫോം എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കിക്കേ, വോൾട്ടേജ് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്തിട്ട് കറണ്ട് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, കറണ്ട് വേവ് ഫോം എപ്പോഴാണ് സീറോയിൽ എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. അപ്പം വോൾട്ടേജ് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ പീരിയഡ് കഴിഞ്ഞതിന് ശേഷം, അതായത് 5 = 30 ഡിഗ്രി ആവുന്ന സമയത്താണ് കറണ്ട് വേവ് ഫോം എന്ത് ചെയ്യുന്നു, 0-യിൽ എത്തുന്നത്. അപ്പൊ അത് കാരണം ഇവിടെ വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്ത് 30 ഡിഗ്രി ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നു, കറണ്ട് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കറണ്ട് വേവ് ഫോം വോൾട്ടേജ് കഴിഞ്ഞിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, കറണ്ട് ഈസ് ലാഗിങ് ബിഹൈൻഡ് ദ വോൾട്ടേജ് എന്ന് പറയാം. കറണ്ട് ഈസ് ലാഗിങ് ബിഹൈൻഡ് ദ വോൾട്ടേജ് എന്ന് പറയാം. ആൻഡ് ഇത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, V = Vm sin ωt. നോർമൽ നമ്മൾ ഇക്വേഷൻ എഴുതിയത് Im sin ωt ആണ്. പക്ഷേ φ എന്ന് പറയുന്ന ഒരു ഫേസ് ഡിഫറൻസ് വരുന്നു. കറണ്ട് ലാഗ് ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്ക് ആ ഫേസ് ഡിഫറൻസിന് ഈ ωt വരും ആ ആംഗിളിനെ എങ്ങനെ എഴുതാം, ωt - φ എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇത് വേവ് ഫോം ആണ്, ഇത് അതിന്റെ ഫേസ്. വോൾട്ടേജിനെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നു, കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്താണ് വരുന്നത് അല്ലെ. ലാഗ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കഴിഞ്ഞിട്ടാ വരുന്നത്, അതായത് വോൾട്ടേജിന്റെ ബിഹൈൻഡാ വരുന്നത്. അപ്പൊ നമുക്ക് കറണ്ട് വേവ് ഫോം ദാ ഇങ്ങനെ എഴുതിയിട്ട് എത്രയാണോ ആംഗുലർ ഡിഫറൻസ്, ഇവിടെ നമ്മൾ 30 എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ 30 എന്നാണ് നമ്മൾ ഈ വേവ് ഫോമിൽ എടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്രയാണോ ആംഗിൾ, ആ ആംഗുലർ ഡിഫറൻസ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യും. ഈ ആംഗിളിനെ പവർ ഫാക്ടർ ആംഗിൾ എന്നും പറയും. നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ അത് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ലാഗിങ് പവർ ഫാക്ടർ. ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കുമ്പോൾ കറണ്ട് വോൾട്ടേജിന് ലാഗ് ചെയ്യും, ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ലാഗ് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ പ്യുവർ റെസിസ്റ്റീവ് ഇൻഡക്റ്റീവ് കപ്പാസിറ്റി അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ, പ്യുവർ ഇൻഡക്റ്റീവ് ലോഡൊക്കെ വരുമ്പോൾ എക്സാക്ട് 90 ഡിഗ്രിയിൽ ലാഗ് ചെയ്യുന്നതുമുണ്ട്. പക്ഷെ ഇവിടെ ജസ്റ്റ് നമ്മളൊരു ഫേസ് ആംഗിൾ φ എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. അടുത്ത ലീഡിങ് എന്ന് പറയുമ്പോൾ ലാഗിങ്ങിന്റെ നേരെ തിരിച്ചാണ് ലീഡിങ് വരുന്നത്. കറണ്ട് വേവ് ഫോം എന്ത് ചെയ്യും, വോൾട്ടേജ് വേവ് ഫോമിന്റെ മുന്നേ സഞ്ചരിക്കും. അപ്പോ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് എന്നാ പറയുന്നത്. കറണ്ട് ഈസ് ലീഡിങ് ദ വോൾട്ടേജ് എന്നായിരിക്കും പറയുന്നത്. അപ്പൊ കറണ്ട് വേവ് ഫോം വോൾട്ടേജിന്റെ മുന്നേ സഞ്ചരിക്കുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ്, അല്ലെങ്കിൽ കറണ്ട് ഈസ് ലീഡിങ് ദ വോൾട്ടേജ് എന്ന് പറയാം. അപ്പം ബേസിക് ആയിട്ടുള്ളത് Vm sin ωt. ഇപ്പൊ ഇങ്ങനെ നോക്കിക്കേ, ഇത് ഇവിടെ നിന്നാണ് കാണിച്ചേക്കുന്നത്. പക്ഷെ ഇതിനെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും, ഇത് എക്സ് ആക്സിസ് ഈ ഒരു പോയിന്റ് ഇവിടെയാണ് കറണ്ടിന്റെ 0 പോയിന്റ് അല്ലെ. കറണ്ട് വേവ് ഫോമിന്റെ 0 പോയിന്റ്. കറണ്ട് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ ആംഗിളിന് ശേഷമാണ് വോൾട്ടേജ് വേവ് ഫോം 0 സ്റ്റാർട്ട് ചെയ്യുന്നത്.
കറണ്ട് വേവ് ഫോം സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ ആംഗിൾ കഴിഞ്ഞിട്ടാണ് വോൾട്ടേജ് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കറണ്ട് വോൾട്ടേജിന് മുന്നേ വരുന്നത് കൊണ്ടാണ് ലീഡിങ് എന്ന് പറയുന്നത്. അപ്പം ലീഡിങ് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? I is equal to Im sin omega t plus phi എന്ന് എഴുതാം. അപ്പോ ഫേസർ വരയ്ക്കുമ്പോൾ വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്ന രീതിയിലാണ് കറണ്ട് ഫേസർ വരയ്ക്കേണ്ടത്, കറണ്ടിന്റെ ഫേസർ വരയ്ക്കേണ്ടത് വോൾട്ടേജിന്റെ മുന്നിൽ വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് റെഫറൻസ് ആയിട്ട് എടുത്തു, വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്ന രീതിയിൽ കറണ്ട് എടുക്കുക. ആ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണോ വരുന്നത് അതാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇൻ ഫേസ്, ലീഡിങ്, ലാഗ്. അടുത്ത് നമ്മളിപ്പോ ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ AC സപ്ലൈ കടത്തി വിടുകയാണെങ്കിൽ ആ സർക്യൂട്ടിന്റെ നേച്ചർ എന്തൊക്കെയാണ്, പവർ എന്താണ്, പവർ ഫാക്ടർ എന്തൊക്കെയാണ്, വോൾട്ടേജ് ഇക്വേഷൻ എന്താണ്, കറണ്ട് ഇക്വേഷൻ എന്താണ് എന്നൊക്കെയുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോ സർക്യൂട്ട് കണ്ടെയ്നിങ് ഓൺലി പ്യുവർ റെസിസ്റ്റൻസ്, അതിനെയാണ് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ ഒരു സർക്യൂട്ട് നോക്കിക്കേ, ഒരു സോഴ്സ് ഉണ്ട്, റെസിസ്റ്റൻസ് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ, പ്യുവർ റെസിസ്റ്റൻസ് മാത്രമേ AC സോഴ്സിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ സർക്യൂട്ടിനെ പറയുന്നത് എന്താ? പ്യുവർ റെസിസ്റ്റീവ് AC സർക്യൂട്ട് എന്ന് പറയും. ഈ ഒരു സർക്യൂട്ടിന്റെ വോൾട്ടേജ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? വോൾട്ടേജ് ഇക്വേഷൻ Vm sin omega t എന്ന് എഴുതാം. ഇപ്പം വേറെ വേരിയേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്, ഈ സർക്യൂട്ട് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ I എന്ന് എടുക്കാം. സോ കറണ്ടിന്റെ ഇക്വേഷൻ I is equal to Im sin omega t എന്ന് എടുക്കാം. ഓക്കെ, ഇനി ഓംസ് ലോ അനുസരിച്ച്, ഓംസ് ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ഓംസ് ലോ അനുസരിച്ച് I is equal to V by R. അപ്പൊ മാക്സിമം കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് Vm ഡിവൈഡഡ് ബൈ R എന്ന് എടുക്കാം. ഓക്കെ, Vm ഡിവൈഡഡ് ബൈ R എന്ന് എടുക്കാം, മാക്സിമം കറണ്ട്. അപ്പൊ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടില് ഈ പോയിന്റ് ഓർമ്മിച്ചു വയ്ക്കണേ, വോൾട്ടേജും കറണ്ടും ആർ ഇൻ ഫേസ്, വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് ഇൻ എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. അപ്പൊ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ വേവ് ഫോം ദാ ഇങ്ങനെയായിരിക്കും. ഫേസർ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇങ്ങനെയായിരിക്കും ഫേസർ വരുന്നത്. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് V എന്ന് എടുക്കാം, കറണ്ടിനെ I എന്ന് എടുക്കാം. അപ്പോ കറണ്ട് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? I is equal to V divided by R. I equal to V divided by R. ഇനി AC സർക്യൂട്ട് ആയതുകൊണ്ട് നമ്മൾ റെസിസ്റ്റൻസ് അല്ല എടുക്കുന്നത്, ഇംപിഡൻസ് ആണ്. Z ആണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇംപിഡൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം? Z is equal to R plus J into X എന്നെടുക്കാം. അപ്പം X എന്ന് പറയുന്നത് റിയാക്ടൻസ് ആണ്. ഈ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. X എന്ന് പറയുന്നത് റിയാക്ടൻസ്, ഓഫ് ദ സർക്യൂട്ട്. ഓക്കെ, അപ്പം റിയാക്ടൻസ് രണ്ട് തരത്തിലുണ്ട്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വരും, കപ്പാസിറ്റീവ് റിയാക്ടൻസ് വരും. അത് നമ്മൾ ഇനി വരുന്ന സ്ലൈഡുകളിൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോഴേ Z എന്ന് പറയുന്നത് ഇംപിഡൻസ് ആണ്. ഒരു സെക്കൻഡ്, Z എന്ന് പറയുന്നത് ഇംപിഡൻസ് ആണ്. അപ്പം Z എന്ന് പറയുന്നത് R പ്ലസ് J ഇൻറ്റു എക്സ് എന്ന് എടുക്കാം. R പ്ലസ് J ഇൻറ്റു എക്സ് എന്ന് എടുക്കാം. R എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, X എന്ന് പറയുന്ന റിയാക്ടൻസ്. നമ്മൾ ഇപ്പൊ പറഞ്ഞ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ്. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ നമുക്ക് റിയാക്ടൻസ് കാണില്ല കേട്ടോ, അപ്പൊ റെസിസ്റ്റൻസ് മാത്രമേ കാണുള്ളൂ. സോ Z ഈസ് ഈക്വൽ ടു R, X ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോ ഇംപിഡൻസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് എന്നാണ് വരുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Z ഈസ് ഈക്വൽ ടു R പ്ലസ് J 0 എന്നാണ് വരുന്നത്. ഇനി RMS വോൾട്ടേജ് വാല്യൂ, RMS കറണ്ട് വാല്യൂ കാണിച്ചിട്ടുണ്ട്. RMS വോൾട്ടേജ് വാല്യൂ Vm/√2, കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് Im/√2. ഇത് നേരത്തെ തന്നെ ഈ ഇക്വേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതാണ് പ്യുവർ റെസിസ്റ്റൻസ് വഴി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉള്ള കറണ്ട് വാല്യൂ പറഞ്ഞു, കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് എന്ന് പറഞ്ഞു, ഇംപിഡൻസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു, RMS വോൾട്ടേജ് വാല്യൂ, RMS കറണ്ട് വാല്യൂ. ഓക്കെ, അടുത്ത് നമുക്ക് പവർ ഇക്വേഷൻ നോക്കാം. ഇൻസ്റ്റന്റീനിയസ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഇൻസ്റ്റന്റീനിയസ് വാല്യൂ? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള ആ ഒരു പവറിന്റെ വാല്യൂ ആണ് ഇൻസ്റ്റന്റീനിയസ് പവർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ നോക്കിയപ്പം V ഈക്വൽ ടു Vm സൈൻ ഒമേഗ ടിയും കറണ്ടിന്റെ ഇക്വേഷൻ I ഈക്വൽ ടു Im സൈൻ ഒമേഗ ടിയുമാണ്.
ഓക്കെ, അപ്പോ പവർ എന്തായിരിക്കും? വി ഇൻറ്റു ഐ. അപ്പൊ വി എം സൈൻ ഒമേഗ ടി ഇൻറ്റു ഐ എം സൈൻ ഒമേഗ ടി. നമുക്ക് ഈ ഡെറിവേഷൻസ് വേണ്ട, ഫൈനൽ ആയിട്ട് ജസ്റ്റ് ഇക്വേഷൻ മാത്രം മതി. എന്നാലും ഇത് ഈസി ആയതുകൊണ്ടാണ് ഞാൻ ഡെറിവേഷൻ ആക്കി ഇട്ടേക്കുന്നത്. വി എമ്മും ഐ എമ്മും കമ്പൈൻ ചെയ്തു, വി എം ഇൻറ്റു ഐ എം, സൈനും സൈൻ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ സൈൻ സ്ക്വയർ ഒമേഗ ടിയെ 1 മൈനസ് കോസ് ടു ഒമേഗ ടി ബൈ 2 എന്ന് എടുക്കാം. സൈൻ സ്ക്വയർ ഒമേഗ ടിയെ 1 മൈനസ്, അതായത് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് എടുക്കാം. ഈ 1/2 പുറത്തെടുത്തു, അതുകൊണ്ടാണ് വി എം ഐ എം ബൈ 2 എന്നും 1 മൈനസ് കോസ് ഒമേഗ ടി എന്നും എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ആക്ച്വലി നമുക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പൊ ഇങ്ങനെയാണ്: വി എം ഐ എം ഇൻറ്റു 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2. ഈ 2നെ പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വി എം ഐ എം ബൈ 2 ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി. ഇനി എന്ത് ചെയ്യുന്നു? ഈ വി എം ഐ എമ്മിനെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് വി എം ഐ എം ബൈ 2 മൈനസ് വി എം ഐ എം ബൈ 2 ഇൻറ്റു കോസ് 2 ഒമേഗ ടി. അതായത് ഇത് വി എം ഐ എം ഇൻറ്റു 1ഉം വി എം ഐ എം ബൈ 2 ഇൻറ്റു 1ഉം വി എം ഐ എം ബൈ 2 ഇൻറ്റു കോസ് 2 ഒമേഗ ടി. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇൻസ്റ്റന്റീനിയസ് പവറിന് 2 ടേം ഉണ്ട്. ഫസ്റ്റ് ടേം വേറെ ഒന്നും കോസ് ടേമോ സൈൻ ടേമോ ഒന്നുമില്ല, ജസ്റ്റ് വോൾട്ടേജും കറണ്ടും മാത്രം. സോ നമ്മൾ അതിന് പറയുന്ന കോൺസ്റ്റന്റ് പവർ ടേം എന്നാ പറയുന്നത്. സെക്കൻഡ് ടേമിൽ ഒരു കോസ് 2 ഒമേഗ ടി ഉള്ളത് കൊണ്ട് ആ ടേമിന് പറയുന്ന പേര് ഫ്ലക്ച്വേറ്റിംഗ് പവർ ടേം എന്ന്. ഓക്കെ, അപ്പം ഇതാണ് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ഉള്ളത്. ഇനി അടുത്ത് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. എ സി സപ്ലൈ ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ പാസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് വോൾട്ടേജും കറണ്ടും വേരി ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്യൂട്ടിൽ ഇൻഡക്റ്റൻസ് മാത്രം കണക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറയും. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ വി എം സൈൻ ഒമേഗ ടി എന്ന് പറയാം. ഇനി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഇതൊന്ന് നോട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണെങ്കിൽ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടില് കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിന് വരുന്നത് ലാഗിങ് പവർ ഫാക്ടർ ആണ്. അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വരുന്നത് ലാഗിങ് പവർ ഫാക്ടർ ആണ്. ഓക്കെ, അപ്പോ ഇൻഡക്റ്റീവ് സർക്യൂട്ടില് കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് എക്സാക്ട്ലി ബൈ ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് വേവ് ഫോം 90 ഡിഗ്രിയിൽ എത്തിയതിന് ശേഷമേ കറണ്ട് വേവ് ഫോം 0 സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ കറണ്ട് വേവ് ഫോമിന്റെ 0 എപ്പോഴാണ്? വോൾട്ടേജ് മാക്സിമം എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ എത്തുമ്പോഴാണ് കറണ്ട് വേവ് ഫോം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇക്വേഷൻ വി എം സൈൻ ഒമേഗ ടി. കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് നമ്മൾ ഐ എന്ന് എടുത്തു. ഇനി നമുക്ക് കറണ്ട് ഇക്വേഷൻ വേണം, അല്ലേ? അപ്പൊ വി എന്ന് പറയുന്നത് വി എം സൈൻ ഒമേഗ ടി ആൻഡ് കറണ്ട് ത്രൂ ഇൻഡക്ടർ നമുക്ക് കണ്ടുപിടിക്കണം, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് വോൾട്ടേജ് ഇക്വേഷൻ, ഇ എം എഫ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഇൻഡക്ടൻസ് ഇതാണ്. വി ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അപ്പൊ വി എന്താ? വി എം സൈൻ ഒമേഗ ടി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? വി എം സൈൻ ഒമേഗ ടി ഇൻറ്റു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. നമുക്ക് വേണ്ടത് ഐ ആണ്. അപ്പോ ഡി ഐ ബൈ ഡി ടി എങ്ങനെ എഴുതാം? ഈ എൽ ഇപ്പുറത്തോട്ട് പോകും, അല്ലെ? ഈ എൽ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ വി എം സൈൻ ഒമേഗ ടി ബൈ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. വീണ്ടും ഡി ഐ ബൈ ഡി ടി എന്നാണുള്ളത്, ഡി ടിയും ഇപ്പുറത്തോട്ട് പോകും. അപ്പോൾ ഡി ഐ എങ്ങനെ എഴുതാം? വി എം ബൈ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി ഡി ടി. ഐ ആണ് വേണ്ടത്, അത് കാരണം നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ വി എമ്മും എല്ലും കോൺസ്റ്റന്റ് ആണ്. സോ വി എം ബൈ എൽ ഇൻറ്റു ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി. ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി എന്താണ്? മൈനസ് കോസ് ഒമേഗ ടി. മൈനസ് കോസ് ഒമേഗ ടിയെ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ആൻഡ് ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി ഇൻറ്റു ഡി ടി ആണ് ചെയ്യുന്നത്. ഡി ടി ചെയ്യുമ്പോഴത്തേക്കും മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ എന്നും വരും. അപ്പോൾ ഒരു ഒമേഗ താഴെ ഡിനോമിനേറ്ററിൽ വരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വി എം ബൈ ഒമേഗ എൽ എന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ സൈൻ ഒമേഗ ടി ഡി ടി ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് വരും. ഈ ഒമേഗയെ കോൺസ്റ്റന്റ് കൂടെ എടുക്കുന്നു, അതുകൊണ്ട് നമുക്ക് വി ബൈ ഒമേഗ എൽ എന്ന് കിട്ടും. മൈനസ് കോസ് ഒമേഗ ടിയെ സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി, സൈൻ ഒമേഗ ടി മൈനസ് 90 മൈനസ് കോസ് ഒമേഗ ടി എന്ന് എടുക്കാം. ഓക്കെ, ഇനി
ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. ഇനി ഇതിലോട്ടൊന്ന് വരിക, വി എം ബൈ ഒമേഗ എൽ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻഡക്റ്റൻസ്. അതിന് നമുക്ക് കറണ്ട് എന്ന് എടുക്കാം. സാധാരണ വി ബൈ ആർ അല്ലെങ്കിൽ വി ബൈ ഇസഡ് ഒക്കെ ഐ എന്ന് നമ്മൾ കഴിഞ്ഞ കേസിൽ ആർ വി ബൈ ഇസഡ് ഈക്വൽ ടു ഐ എന്ന് എടുത്തില്ലേ, അതുപോലെ തന്നെ വി എം ബൈ ഒമേഗ എല്ലിനെ എന്തെന്ന് എടുക്കാം? ഐ എം എന്ന് എടുക്കാം. സോ ഐ എമ്മിന്റെ ഇക്വേഷൻ എന്താ? ഐ എം ഈക്വൽ ടു വി എം ബൈ ഒമേഗ എൽ. ഈ ഒരു ഫോർമുല ഓർമ്മിച്ച് വെക്കുക. ഐ എം ഈക്വൽ ടു വി എം ബൈ ഒമേഗ എൽ. ഓക്കെ, ഇനി ഈ ഫോർമുല ഒന്ന് നോക്കിക്കേ. സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. നമ്മൾ നേരത്തെ ലാഗിങ് പവർ ഫാക്ടർ, ജസ്റ്റ് ലാഗിങ് എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ് ഉണ്ടല്ലോ, ലാഗിങ് പറഞ്ഞപ്പോഴത്തേക്കും ഇതിന് പകരമാണ് നമ്മൾ ഫൈ എന്ന് പറഞ്ഞെടുത്തു, ഒമേഗ ടി മൈനസ് ഫൈ എന്ന് പറഞ്ഞെടുത്തു. ഇവിടെ എക്സാക്ട്ലി 90 ആയതുകൊണ്ട് ആ ഫൈയുടെ വാല്യൂ എന്താ? ഫൈ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. 90 എന്ന് പറഞ്ഞാൽ പൈ ബൈ ടു, 180/2 ആണ് 90. സോ അതേ ഇക്വേഷൻ തന്നെ, പക്ഷേ ആംഗിൾ കറക്റ്റ് ആയിട്ട് 90 ഡിഗ്രി നമ്മൾ ഇവിടെ റിപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഐ എം എന്ന് പറയുന്നത് വി എം ഡിവൈഡഡ് ബൈ ഒമേഗ എൽ. ഇനി ഇതിനെ നമുക്ക് ഒമേഗ എന്താണ്, എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം. അപ്പം ഇവിടെ നേരത്തെ നമ്മൾ എഴുതിയ ഐ എം ഈക്വൽ ടു വി എം ബൈ ഒമേഗ എൽ. ഈ ഒമേഗ എല്ലിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ഒറ്റ ടേം ആയിട്ട് എഴുതാം, എക്സ് എൽ. എക്സ് എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്ടൻസ് ആയതുകൊണ്ട് ഈ എക്സിന് പറയുന്ന പേര് റിയാക്ടൻസ് ആണ്. ഇൻഡക്ടൻസിന്റെ ഇഫക്റ്റ് വരുന്നത് കൊണ്ട് ആ റിയാക്ടൻസിന് പറയുന്ന പേരെന്താ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അപ്പോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സ് എൽ എന്ന് പറയുന്നത് ഒമേഗ എൽ അല്ലെ? എക്സ് എൽ എന്ന് പറയുന്ന ഒമേഗ എൽ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒമേഗയുടെ വാല്യൂ എന്താ? 2πf. സോ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സ് എൽ ഈസ് ഈക്വൽ ടു ഒമേഗ എൽ, അതായത് 2πf ഇൻറ്റു എൽ എന്ന് വരും. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കറണ്ട് വോൾട്ടേജിനെ 90 ഡിഗ്രിയിൽ ലാഗ് ചെയ്ത് വരുന്നു. സോ 90 ഡിഗ്രി എത്തുമ്പോഴാണ് കറണ്ട് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം ഇത് എ സി ത്രൂ പ്യുവർ ഇൻഡക്റ്റൻസ്. അപ്പൊ ഇതിൽ ഓർമ്മിച്ച് വെക്കേണ്ടത് എക്സ് എൽ ഈക്വൽ ടു ഒമേഗ എൽ. ഒമേഗ എൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് 2 ഇൻറ്റു പൈ ഇൻറ്റു എഫ് ആണ്. ആൻഡ് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രിയും കറണ്ട് ഇക്വേഷൻ ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു അല്ലെങ്കിൽ 90 ഡിഗ്രി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഓർമ്മിച്ചു വെക്കേണ്ടത്. ഓക്കെ, അടുത്ത് നമുക്ക് പവറിന്റെ നോക്കാം. ഇൻസ്റ്റന്റീനിയസ് പവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവർ. വോൾട്ടേജ് വി എം സൈൻ ഒമേഗ ടു, കറണ്ട് ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. സൈൻ ഒമേഗ ടി മൈനസ് 90 എന്ന് പറയുന്നത് മൈനസ് കോസ് ഒമേഗ ടി ആണ്. അപ്പം ഇതിന് മൈനസ് വി എം ഐ എം സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. അപ്പൊ ഇത് സൈൻ തീറ്റ കോസ് തീറ്റ. നമുക്കറിയാം സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. അപ്പം സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1/2 സൈൻ 2 തീറ്റ. അപ്പം ആ 1/2 ഇൻറ്റു സൈൻ 2 ഒമേഗ ടി എന്ന് എഴുതാം. ഇതിനെ മൈനസ് വി എം ഐ എം ബൈ 2 സൈൻ ഒമേഗ ടി. ചിലപ്പോൾ പവർ ഇക്വേഷൻ ചോദിക്കാം, അതിനാണ് ഞാൻ ഈ ഇക്വേഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമ്മള് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് നോക്കിയപ്പോ 2 പവർ ഉണ്ടായിരുന്നു, ഒന്ന് കോൺസ്റ്റന്റും ഒന്ന് ഫ്ലക്ച്വേറ്റിംഗും അല്ലെ? ഇവിടെ ആണെങ്കിലോ ഒറ്റ ടേമേ ഉള്ളൂ, സൈനും കൂടെ വരുന്നത് കൊണ്ട് ഇൻസ്റ്റന്റീനിയസ് പവർ, ഇൻഡക്റ്റീവ് ലോഡ് വരുമ്പോഴത്തേക്കും ഇൻസ്റ്റന്റീനിയസ് പവർ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ആവറേജ് പവർ നേരത്തെ തന്നെ നമ്മൾ നോക്കിയായിരുന്നു. ആവറേജ് പവർ ഓവർ ഒരു ഫുൾ സൈക്കിൾ എടുക്കുവാണെങ്കിൽ എന്താണ്? ആവറേജ് പവർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ആവറേജ് പവർ ഈസ് ഈക്വൽ ടു 0. അടുത്തത് പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് എടുക്കാം. ഓക്കെ, അതിലും ഈ പറയുന്ന പോലെ വോൾട്ടേജ് കറണ്ട് എങ്ങനെ വേരി ചെയ്യും, കറണ്ട് ഇക്വേഷൻ എന്താണ്, റിയാക്ടൻസ് എന്താണ് എന്നൊക്കെയുള്ളത് നോക്കാം. അപ്പം പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ സർക്യൂട്ട് വിത്ത് ഓൺലി കപ്പാസിറ്റൻസ് ഇസ് ടു ബി പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട്. ഓക്കെ, അപ്പം ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ ചോദിക്കാവേ, കപ്പാസിറ്റർ സ്റ്റോർസ് എനർജി ഏത് ഫീൽഡിലാണ് കപ്പാസിറ്റർ എനർജി സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ പവർ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാം. അപ്പൊ കപ്പാസിറ്റർ ഇലക്ട്രിക്കൽ പവർ സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിലാണ്. ഇൻഡക്ടർ മാഗ്നറ്റിക് ഫീൽഡിലും കപ്പാസിറ്റർ ഇലക്ട്രിക് ഫീൽഡിലുമാണ് പവർ അല്ലെങ്കിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ ഇവിടെ വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു Vm സൈൻ ഒമേഗ ടി, കറണ്ടിനെ I എന്ന് എടുക്കുന്നു. ഇനി നമുക്ക് കറണ്ട് ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആൻഡ് അപ്പം മൂന്നെണ്ണമായി. ആദ്യം പ്യുവർ റെസിസ്റ്റൻസ് ആയിരുന്നു, കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ്. പ്യുവർ ഇൻഡക്റ്റൻസിൽ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആയിരുന്നു. ഇവിടെ എങ്ങനെ വേരി ചെയ്യും എന്നുള്ളത് നോക്കാം. അപ്പൊ വോൾട്ടേജിനെ Vm സൈൻ ഒമേഗ ടി എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ EMF ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഇൻഡക്റ്റൻസ് വെച്ചിട്ടാണ് ഇക്വേഷൻ എഴുതിയത്. ഇവിടെ ചാർജിൽ നിന്നും കറണ്ടിന്റെ ഇക്വേഷൻ എഴുതി, ചാർജ് വെച്ചിട്ട് ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ നിന്നും കറണ്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്താൽ എഴുതാൻ പോകും. ചാർജ് എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ് ആണ്, C ഇൻറ്റു V ആണ്. V എന്ന് പറയുന്നത് Vm സൈൻ ഒമേഗ ടി, അതാണ് Q. കറണ്ട് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്, dQ ബൈ dt. ഓക്കെ, കറണ്ട് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് dQ ബൈ dt ആണ്, d ബൈ dt ഓഫ് Q. അപ്പൊ d ബൈ dt ഓഫ് എന്ത് എഴുതാം? CVm സൈൻ ഒമേഗ ടി. അപ്പൊ സൈൻ ഒമേഗ ടിയുടെ ഇന്റഗ്രേഷൻ എന്താണ്? ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? കറണ്ട് എന്ന് പറയുന്നത് CVm ഒമേഗ കോസ് ഒമേഗ ടി. ഇനി കോസ് ഒമേഗ ടി നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. അപ്പൊ I ഈസ് ഈക്വൽ ടു ഒമേഗ CVm സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഈ ഒമേഗ ഇൻറ്റു C ഇൻറ്റു Vmനെ എന്തെന്ന് എഴുതാം? Im എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ Im എന്താണ്? ഒമേഗ CVm. അപ്പം ഇതിന് ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്തു? Vm ഡിവൈഡഡ് ബൈ, ഈ Vmന്റെ താഴെ ഒമേഗ C യെ കൊണ്ടുവരണം. അപ്പൊ ഒമേഗ C ഡിനോമിനേറ്ററിൽ പോകുമ്പോൾ എന്താവും? Vm ഡിവൈഡഡ് ബൈ 1 ബൈ ഒമേഗ C എന്നാൽ. ഓക്കെ, Vm ഇതിങ്ങനെ വരും, Vm ഡിവൈഡഡ് ബൈ 1 ബൈ ഒമേഗ സി. ഈ 1 ബൈ ഒമേഗ സി എന്തെന്ന് എഴുതാം? 1 ബൈ ഒമേഗ സി എ എക്സ് സി എന്ന് എഴുതാം. സോ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? Vm ഡിവൈഡഡ് ബൈ എക്സ് സി. എക്സ് സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. എക്സ് സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസിനെ എക്സ് സി എന്ന് എഴുതാം. എക്സ് സി ഈസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ സി. ഒമേഗയ്ക്ക് പകരം നേരത്തെ ഞാൻ പറഞ്ഞു ഒമേഗയുടെ വാല്യൂ എന്താ? ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. സോ 1 ബൈ ഒമേഗ സി എങ്ങനെ എഴുതാം? 1 ബൈ 2πfc എന്ന് എഴുതാം. സോ എക്സ് സി എന്ന് പറയുന്നത് 1 ബൈ ഒമേഗ സി, ഓർ എക്സ് സി ക്യാൻ ബി റിട്ടേൺ ആസ് ഈക്വൽ ടു 1 ബൈ 2π ഇൻറ്റു f ഇൻറ്റു സി ആണ്. Xc is called as the capacitive reactance. And one more thing, ഈ ഇക്വേഷൻ നോക്കിക്കേ, സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. നമ്മൾ ലീഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആ ഫേസ് ഡിഫറൻസിന്റെ അവിടെ ലീഡിംഗ് നോക്കിയപ്പോഴത്തേക്കും ഈ പൈ ബൈ 2ക്ക് പകരം എന്താ എടുത്തത്? 5 അല്ലെ? ഇവിടെ എക്സാക്ട്ലി 90 ആയതുകൊണ്ടാണ് പൈ ബൈ 2 എന്ന് പറഞ്ഞ് എടുത്തത്. ഓക്കെ, അപ്പം ഇതാണ് കറണ്ട് ഇക്വേഷൻ, വോൾട്ടേജ് ഇക്വേഷൻ, പിന്നെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്, പിന്നെ ലാഗിങ്, ലീഡിങ് ഒക്കെയാണ്. ഇവിടെ ഈ പറയുന്ന പോലെ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആയതുകൊണ്ട് നമുക്ക് എന്ത് ഇൻഫർ ചെയ്യാം? കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഇതാണ് ഫേസ്. വോൾട്ടേജ് ഇങ്ങനെ എടുക്കുന്നു, കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ഇനി ഇൻസ്റ്റന്റീനിയസ് പവർ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലെങ്കിൽ ഇൻഡക്ടൻസ് ആയിരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു മൈനസ് എക്സ്ട്രാ വന്നു, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടെ മൈനസ് ഇല്ല, കാരണം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി ആണ്. അപ്പൊ പവറിന്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ Vm ബൈ 2 ഇൻറ്റു സൈൻ 2 ഒമേഗ ടി, ഒറ്റ ടേമേ ഉള്ളൂ. അപ്പം ഇവിടെ സൈൻ ഉണ്ട്. സോ സൈൻ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇൻസ്റ്റന്റീനിയസ് പവർ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ആവറേജ് പവർ എടുക്കുവാണെങ്കിൽ ആവറേജ് പവർ എന്ന് പറയുന്നത് ഓവർ ഓൺ കംപ്ലീറ്റ് സൈക്കിൾ എടുക്കുമ്പോഴത്തേക്കും ആവറേജ് പവർ ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പം ഈ 3 കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഒന്നുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ്. V ഈക്വൽ ടു സൈൻ ഒമേഗ ടി, V ഈക്വൽ ടു Vm സൈൻ ഒമേഗ ടി, I ഈക്വൽ ടു Im സൈൻ ഒമേഗ ടി, I ഈക്വൽ ടു Im സൈൻ ഒമേഗ ടി. പിന്നെ RMS വാല്യൂ Vm ബൈ റൂട്ട് 2 Im ബൈ റൂട്ട് 2. കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആണ്. ഇൻസ്റ്റന്റീനിയസ് പവർ എടുക്കുമ്പോൾ 2 ടേം ഉണ്ട്, ഒരു കോൺസ്റ്റന്റ് ടേമും ഫ്ലക്ച്വേറ്റിംഗ് ടേമും ആണ്. പിന്നെ വേറെ മറ്റേ ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്, അത് ഓർക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിയാക്ടൻസ് ഇല്ല. ഇമ്പിഡൻസ് Z ഈസ് ഈക്വൽ ടു R മാത്രമേ വരുള്ളൂ. റെസിസ്റ്റൻസും ഇമ്പിഡൻസും സെയിം ആണ് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ. റിയാക്ടൻസ് വരുന്നില്ല.
ആൻഡ് പ്യുവർ ഇൻഡക്റ്റൻസ് സർക്യൂട്ട് എടുക്കുമ്പോഴത്തേക്കും എന്താ, കറണ്ട് ലാക്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. വിയുടെ ഇക്വേഷൻ വി എം സൈൻ ഒമേഗ ടി. ഐയുടെ ഇക്വേഷൻ എന്താ, ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. അതിനെ വി എം ബൈ ഐ എമ്മിനെ വി എം ബൈ ഒമേഗ എൽ എന്ന് എടുക്കാം. ഓക്കെ, ഒമേഗ എൽ എന്ന് പറയുന്നത് എക്സ് എൽ ആണ്, എക്സ് എൽ എന്ന് പറയുന്നത് 2π FL ആണ്. പിന്നെ പവർ ഇക്വേഷൻ എടുക്കുമ്പോൾ ഒറ്റ ടേമേ ഉള്ളൂ ഫ്ലക്ച്വേറ്റിംഗ്, ആവറേജ് പവർ 0. ഇനി പ്യുവർ കപ്പാസിറ്റൻസ് എടുക്കുമ്പോൾ വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി, ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഓക്കെ, കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആണ്. കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആണ്. ഐനെ എങ്ങനെ എഴുതാം, ഐ ഈസ് ഈക്വൽ ടു വി എം ബൈ എക്സ് സി. മറ്റടുത്ത് വി എം ബൈ എക്സ് എൽ ആണ്, എക്സ് എൽ ഈക്വൽ ടു ഒമേഗ എൽ ആണ്. ഇവിടെ വി എം ബൈ എക്സ് സി, എക്സ് സി എന്ന് പറയുന്ന 1/2π FC അല്ലെങ്കിൽ 1 ഒമേഗ സി, ആൻഡ് എക്സ് സി എന്ന് പറയുന്ന കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെയും ഇൻസ്റ്റന്റീനിയസ് പവർ ഫ്ലക്ച്വേറ്റിംഗ് ആണ്, ഒറ്റ ടേമേ ഉള്ളൂ. ആൻഡ് ആവറേജ് പവർ ഓവർ 1 കംപ്ലീറ്റ് സൈക്കിൾ 0 ആണ്. അപ്പം ഇത്രയുമാണ് 3-ൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഒന്ന് പഠിച്ചു വയ്ക്കും. അടുത്തത് കോമ്പിനേഷൻ സർക്യൂട്ട് നോക്കാം. നമ്മൾ ഇതുവരെ പ്യുവർ റെസിസ്റ്റർ, പ്യുവർ ഇൻഡക്ടർ, പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ട് മാത്രമേ നോക്കിയുള്ളൂ. ഇനി നമുക്ക് ആറും എല്ലും കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്ന വോൾട്ടേജ് ഇക്വേഷൻ, കറണ്ട് ഇക്വേഷൻ, പിന്നെ ഈ ലാഗിങ് ലീഡിങ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് നോക്കാം. അതുപോലെ തന്നെ ആറും സിയും കമ്പൈൻ ചെയ്യുമ്പോൾ പിന്നെ RLC. അപ്പൊ 3 കോമ്പിനേഷൻ സർക്യൂട്ടാണ് നോക്കുന്നത്. RL സീരീസ് ആയിട്ട് വരുന്നത്, RL സീരീസ് സർക്യൂട്ട്, RC സീരീസ് സർക്യൂട്ട്, RLC സീരീസ് സർക്യൂട്ട്. അപ്പൊ ഇത്രയും നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് RL സീരീസ് സർക്യൂട്ട് നോക്കാം. RL സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്യൂട്ട് ദാറ്റ് ഹാസ് പ്യുവർ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ്. റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വരികയാണെങ്കിൽ ആ സർക്യൂട്ടിനെ എന്തെന്ന് പറയും, എന്താണ്, RL സീരീസ് സർക്യൂട്ട് എന്ന് പറയും. ഇവിടെ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ VR എന്ന് എടുക്കാം, ഇൻഡക്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ VL എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് VR എടുക്കുവാണെങ്കിൽ, അല്ലെ, VR എടുക്കുവാണെങ്കിൽ അതിനു മുന്നേ കറണ്ട്. ഇപ്പം ഇത് സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയായിരുന്നു, സീരീസ് സർക്യൂട്ട് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. എത്ര എലിമെന്റ്സ് ഉണ്ടെങ്കിലും എല്ലാ എലിമെന്റ് വഴിയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. സോ I എന്ന് പറയുന്ന കറണ്ട് തന്നെയാണ് റെസിസ്റ്റൻസ് വഴിയും ഇൻഡക്റ്റൻസ് വഴിയും ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡക്ടർ വഴിയും ഫ്ലോ ചെയ്യുന്നത്. വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. ഇത് VR-ഉം ഇത് VL. VR-നെ നമുക്ക് എങ്ങനെ എഴുതാം, VR ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഓംസ് ലോ അനുസരിച്ച് റെസിസ്റ്റൻസ് ആണ്. VR-നെ നമുക്ക് എങ്ങനെ എഴുതാം, VR ഈസ് ഈക്വൽ ടു കറണ്ട് I ഇൻറ്റു റെസിസ്റ്റൻസ് R എന്ന് എടുക്കാം. ഓക്കെ, ഇനി അടുത്ത് വോൾട്ടേജ് VL ആണ്, വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ. ഒരിക്കലും I ഇൻറ്റു L എന്ന് എടുക്കുന്നത്, I ഇൻറ്റു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL ആണ് എടുക്കേണ്ടത്. ഓക്കെ, VL ഈക്വൽ ടു I ഇൻറ്റു XL എന്ന് പറഞ്ഞ് എടുക്കണം. ഇനി ഇത് റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും, അതായത് ഐയും VR-ഉം ഇൻ ഫേസ് ആയിരിക്കും. ഇവിടെ എന്താ, ഇൻഡക്റ്റൻസ് ആണ്. ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് വരും, വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്ത് വരും, VL ഐനെ ലീഡ് ചെയ്ത് വരും, VL ലീഡ്സ് ദ കറണ്ട് എന്ന് പറഞ്ഞു വരും. സോ ആ 2 ഫേസറാണ് ഈ കാണിച്ചിരിക്കുന്നത്, വോൾട്ടേജും കറണ്ടും ഇൻ ഫേസും. ഇവിടെ വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് എന്നുള്ള രീതിയിൽ അതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. VR ഈസ് ഇൻ ഫേസ് വിത്ത് I, VL leads the current by 90 degree. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഈ ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെയാണ് വരുന്നത്. VR ഇൻ ഫേസ് വിത്ത് ഐയും VL 90 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ഐയും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഫേസർ വരയ്ക്കാൻ പോകുന്നത്. സീരീസ് സർക്യൂട്ട് അല്ലേ, അപ്പം രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ഫേസർ ആയിട്ട് വരയ്ക്കാൻ പോവുകയാണ്. അപ്പൊ നോക്കിക്കേ, VR നമ്മൾ ഇങ്ങനെ എടുത്തു, I ഇൻ ഫേസ് വിത്ത് VR വരണം. സോ I ഇവിടെ വന്നു. ഇനി VL വരയ്ക്കുമ്പോൾ VL ഐനെ ലീഡ് ചെയ്യുന്ന രീതിയിലല്ലേ വരേണ്ടത്, 90 ഡിഗ്രി ലീഡ് ചെയ്യുന്ന രീതിയിൽ വരുന്നു. സോ ഐനെ 90 ഡിഗ്രീസിൽ ലീഡ് ചെയ്യുന്ന രീതിയിൽ VL വരച്ചു. ആൻഡ് ഇതിന്റെ രണ്ടിന്റെയും, അതായത് VL-ന്റെയും VR-ന്റെയും റിസൾട്ടന്റ് എന്ന് പറയുന്നത് V ആണ്. സോ V നമുക്ക് എങ്ങനെ എഴുതാം, V ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു, ഇത് വെക്ടർ ആണ്, VR പ്ലസ് VL. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോഴാണ് ടോട്ടൽ വോൾട്ടേജ് കിട്ടുന്നത്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഇക്വേഷൻ എങ്ങനെ എഴുതാം, V ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL സ്ക്വയർ, VR സ്ക്വയർ പ്ലസ് VL സ്ക്വയർ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, VR-നെ ഞാൻ നേരത്തെ പറഞ്ഞു, VR എന്ന് പറയുന്നത് I ഇൻറ്റു R,
വി എൽ എന്ന് പറയുന്നത് ഐ ഇൻറ്റു എക്സ് എൽ. ഓക്കെ, അപ്പം ഐ ആർ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു എക്സ് എൽ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പം ഇതിന് ഐ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ എക്സ് എൽ സ്ക്വയർ എന്ന് എഴുതാം. അപ്പം രണ്ടിലും ഐ വരുന്നില്ലേ? ഇവിടെ ഐ സ്ക്വയർ ആർ സ്ക്വയറും ഇവിടെ ഐ സ്ക്വയർ എക്സ് എൽ സ്ക്വയർ, രണ്ടിലും ഐ വരുന്നില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഐ സ്ക്വയർ പുറത്തെടുത്താൽ എന്ത് കിട്ടും? ഐ സ്ക്വയർ പുറത്തെടുത്താൽ ഐ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എക്സ് എൽ എന്ന് കിട്ടും. ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി വീണ്ടും റൂട്ടിനകത്താണ് ഈ ഐ സ്ക്വയർ കിടക്കുന്നത്. ഐനെ പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? വി ഈക്വൽ ടു ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഐനെ എന്തെന്ന് എഴുതാം? ഈ അതിനു മുന്നേ ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഇംപീഡൻസ് ഇസഡ് എന്ന് എഴുതാം. ദാ ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇസഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇസഡ് ഇംപീഡൻസ് ഓഫ് ദ സർക്യൂട്ട് ആണ്. ഇംപീഡൻസിന് നമുക്ക് എങ്ങനെ എഴുതാം? ആർ പ്ലസ് ജെ ഇൻറ്റു എക്സ് എൽ. ആർ പ്ലസ് ജെ ഇൻറ്റു എക്സ് എൽ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ. ചിലപ്പം ഇതൊക്കെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് വരും കേട്ടോ, ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് പ്രോബ്ലംസ് വരാം. അപ്പൊ ഇസഡിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇസഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ. അപ്പൊ ഈ ഇസഡിനെ ഇങ്ങോട്ട് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വിയുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? വി ഈക്വൽ ടു ഐ ഇൻറ്റു ഇസഡ് എന്ന് കിട്ടും. വി ഈക്വൽ ടു ഐ ഇൻറ്റു ഇസഡ് എന്ന് കിട്ടും. അപ്പം അതിൽ നിന്ന് നമുക്ക് ഐ എഴുതാം. ഐ ഈസ് ഈക്വൽ ടു വി ബൈ ഇസഡ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ ഈ ഫേസറിലോട്ട് വരുന്നു. ഫേസറിൽ വരുമ്പം ഇത് വോൾട്ടേജ് ആണ്, ടോട്ടൽ വോൾട്ടേജ് വിയും ഇത് ടോട്ടൽ കറണ്ട് ഐയുമാണ്. വിയും ഐയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസിനെ നമ്മൾ ഫൈ എന്നാണ് എടുക്കുന്നത്. വിയും ഐയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസിനെ ഫൈ എന്നാണ് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് പവർ ഫാക്ടർ എഴുതാം. ഓക്കെ, പിന്നെ ടാൻ ഫൈ ഇതെല്ലാം നമുക്ക് എഴുതാം. അപ്പം ഈ ഒരു ഫേസറിൽ നിന്ന് ടാൻ ഫൈ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാ? ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു ബി എൽ ആണ്. അപ്പോ ടാൻ ഫൈ നമുക്ക് എങ്ങനെ എഴുതാം? ബി എൽ ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഇതാണ് വി ആർ. അപ്പൊ വി എൽ ഡിവൈഡഡ് ബൈ വി ആർ എന്ന് നമുക്ക് ഏതിനെ എടുക്കാം? ടാൻ ഫൈ എന്ന് എടുക്കാം. വി എൽ എന്ന് പറയുന്ന ഐ ഇൻറ്റു എക്സ് എൽ, വി ആർ എന്ന് പറയുന്ന ഐ ഇൻറ്റു ആർ, ഐയും ഐയും ക്യാൻസൽ ആയത് എക്സ് എൽ ബൈ ആർ എന്ന് എടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഫൈ കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു രീതി, അതായത് പവർ ഫാക്ടർ ആംഗിൾ, ഈ ആംഗിൾ കണ്ടുപിടിക്കേണ്ട ഒരു വഴി ഇതാണ്. ഇനി ഇതിൽ കോസ് ഫൈ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ വി ആർ ആണ്, ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് വി ആണ്. അപ്പൊ വി ആർ ബൈ വി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് ഫൈ ഈക്വൽ ടു വി ആർ ബൈ വി. വി ആർ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആർ, വി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എഴുതാം വി ഈക്വൽ ടു ഐ ഇൻറ്റു ഇസഡ് ആണ്. ഞാൻ ഈ പറഞ്ഞല്ലോ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയറിനെ ഇസഡ് എന്ന് എഴുതാം. അപ്പൊ വി ഈക്വൽ ടു ഐ ഇൻറ്റു ഇസഡ് എന്ന് എഴുതാം. അപ്പൊ വീണ്ടും ഐയും ക്യാൻസൽ ആവും. കോസ് ഫൈ പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ കോസ് ഫൈ ഈക്വൽ ടു ആർ ബൈ ഇസഡ്. ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും, വേരി ആവില്ല. ഓക്കെ, കോസ് ഫൈ എന്ന് പറയുന്നത് ആർ ബൈ ഇസഡ് ആയിരിക്കും. ഇനി പവർ കണ്ടുപിടിക്കണമെങ്കിലുള്ള ഫോമുല എന്താ? പി ഈസ് ഈക്വൽ ടു വി ആർ എം എസ് ഐ ആർ എം എസ് കോസ് ഫൈ. അതായത് സിമ്പിൾ ആയിട്ട് വി ഐ കോസ് ഫൈ എന്ന് എടുക്കാം. പവർ ഈക്വൽ ടു വി ഐ കോസ് ഫൈ എന്ന് എടുക്കാം. സോ ഇത്രയും ഇക്വേഷൻസ്, ഈ 2-3 ഇക്വേഷൻസ് ഒക്കെ ഓർമ്മിച്ച് വെക്കുക. ഒന്ന് ഇത് ഇസഡ് ഈക്വൽ ടു എന്നുള്ളത്, പിന്നെ വി ഈക്വൽ ടു ഐ ഇൻറ്റു ആൻഡ് ഐ ഈക്വൽ ടു വി ബൈ ഇസഡ് സിമ്പിൾ ആയിട്ടുള്ളത്, ടാനിന്റെ ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക, ഫൈയുടെ ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക, പവറും പവർ ഫാക്ടറും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആർ എൽ സീരീസ് സർക്യൂട്ടിന്റെ നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞു പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഫൈ ആണ്. പവർ ഫാക്ടർ എന്ന് പറയുന്നത് കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജിനും കറണ്ടിനും അക്രോസ് ആയിട്ടുള്ള ആ ഒരു ആംഗിളിന്റെ കൊസൈൻ വാല്യൂ എടുക്കുമ്പോഴാണ് നമുക്ക് പവർ ഫാക്ടർ കിട്ടുന്നത്. സോ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. പവർ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു പവർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫൈ ആണ്. ഓക്കെ, വി ഐ കോസ് ഫൈ ആണ് പവർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമുല. ഇനി ഇംപിഡൻസ് ട്രയാങ്കിൾ. ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഫേസറിൽ നിന്നാണ് ഇംപിഡൻസ് ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുന്നത്. ഈ ഒരു ഫേസറിൽ നമ്മൾ ഇത് വി ആർ ആണ്, ഇവിടെ വി എൽ ആണ്, ഇത് വി ആണ്. ഈ മൂന്നും വെച്ചിട്ടാണ് ഇംപിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാനൊന്ന് വരയ്ക്കാം. ഇത് വി ആർ,
ഇത് VL, ഇത് VR നമുക്ക് എങ്ങനെ എഴുതാം? I into R എന്ന് എഴുതാം. VL എങ്ങനെ എഴുതാം? I into XL എന്ന് എഴുതാം. V എങ്ങനെ എഴുതാം? I into Z എന്ന് എഴുതാം. അല്ലേ? ആ ഒരു നേരത്തെ ആ ഒരു ഫിഗറിൽ നിന്ന് ഞാൻ ആ ഫേസറിന്റെ ആ ഒരു പോർഷൻ മാത്രമേ എടുത്തുള്ളൂ. ഈ 3 സൈഡിലും I കോമൺ ആണ്. അപ്പൊ നമുക്ക് ആ ഐനെ ക്യാൻസൽ ഔട്ട് ചെയ്യാം. ക്യാൻസൽ ചെയ്താൽ ഐനെ എടുത്ത് മാറ്റിയാൽ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ ആണ് ഇംപിഡൻസ് ട്രയാങ്കിൾ. ഓക്കെ, ഇതാണ് ഇതിൽ നിന്ന് ഐ എടുത്ത് മാറ്റുമ്പോൾ കിട്ടുന്നതിനെയാണ് ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് RL സർക്യൂട്ടിന്റെ ഇംപിഡൻസ് ട്രയാങ്കിൾ ആണ്. ഇതില് ഇസഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇസഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മറ്റേ നമ്മുടെ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് ഇസഡ് എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL സ്ക്വയർ. കോസ് ഫൈ എങ്ങനെ കണ്ടുപിടിക്കാം? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് R ആണ്, ഹൈപ്പോട്ടന്യൂസ് ഇസഡ് ആണ്. ഇനി ഫൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് XL ബൈ R. അതായത് ഇസഡ് ഈക്വൽ ടു R പ്ലസ് JXL ഉണ്ടല്ലോ, അതില് മാഗ്നിറ്റ്യൂഡും ഫേസ് ആംഗിളും കണ്ടുപിടിക്കാലോ. ഫേസ് ആംഗിൾ ടാൻ ഇൻവേഴ്സ് ഇമാജിനറി പാർട്ട് ഡിവൈഡഡ് ബൈ റിയൽ പാർട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് XL ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഫൈനെ ടാൻ ഇൻവേഴ്സ് XL ബൈ R എന്നും എടുക്കാം. ഓക്കെ, പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഇംപിഡൻസ് ട്രയാങ്കിളിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം അത്രയുമാണ് RL സീരീസ് സർക്യൂട്ടിൽ ഉള്ളത്. അപ്പോൾ RC സർക്യൂട്ടും കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് ചെയ്യാം. RC സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിനെ RC സർക്യൂട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്. അപ്പൊ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ VR എന്നും കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ BC എന്നും എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ VR എന്ന് പറയുന്നത് എന്താണ്? I into R ഉം VC എന്ന് പറയുന്നത് I into XC യുമാണ്. സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് ഒരേ കറണ്ട് ആയിരിക്കും രണ്ട് എലിമെന്റ്സ്, അതായത് റെസിസ്റ്റർ വഴിയും കപ്പാസിറ്റർ വഴിയും പാസ് ചെയ്യുന്നത്. വോൾട്ടേജിന്റെ ഇക്വേഷൻ VM സൈൻ ഒമേഗ ടിയും കറണ്ടിന്റെ ഇക്വേഷൻ IM സൈൻ ഒമേഗ ടി പ്ലസ് 5യുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VR എന്ന് പറയുന്നത് I into R ഇൻ ഫേസ് വിത്ത് I, VC എന്ന് പറയുന്ന I into XC ലാഗ്സ് ബിഹൈൻഡ് കറണ്ട് ആണ്. കാരണം കപ്പാസിറ്റർ ആയതുകൊണ്ട് കറണ്ട് ആണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഇനി അത് രണ്ടും വെച്ചിട്ട് നമ്മൾ ഫേസർ വരയ്ക്കുന്നു. VR വരയ്ക്കുന്നു ഇൻ ഫേസ് വിത്ത് I ആണ്. ഓക്കെ, VR റെഫറൻസ് ആയിട്ട് വരയ്ക്കുന്നു ഇൻ ഫേസ് വിത്ത് I ആണ്. I ആണ് ഇവിടെ ലീഡ് ചെയ്ത് വരേണ്ടത്. അപ്പൊ VC എവിടെ വരും? താഴെയാണ് വരുന്നത്. ഐനെ ലാഗ് ചെയ്യുന്ന രീതി 90 ഡിഗ്രി ലാഗ് ചെയ്യുന്ന രീതിയിലാണ് VC വരുന്നത്. ഓക്കെ, 90 ഡിഗ്രിയിൽ ലാഗ് ചെയ്യുന്ന രീതിയിൽ VC വരും. ഇത് രണ്ടിന്റെ റിസൾട്ടന്റ് എന്താ? V ആണ്. അപ്പൊ V ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VC സ്ക്വയർ. VR എന്ന് പറയുന്നത് എന്താണ്? I into R. VC എന്ന് പറയുന്നത് എന്താണ്? I into XC. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ I സ്ക്വയർ R സ്ക്വയർ പ്ലസ് I സ്ക്വയർ XC സ്ക്വയർ എന്ന് എടുക്കാം. I സ്ക്വയർ കോമൺ ആണ് പുറത്തെടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് I സ്ക്വയർ ഞാൻ എഴുതിത്തരാം. സ്ക്വയർ റൂട്ട് ഓഫ് I സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്ത് വരും? R സ്ക്വയർ പ്ലസ് XC സ്ക്വയർ XC സ്ക്വയർ എന്ന് വരും. വീണ്ടും I സ്ക്വയർ റൂട്ടിനകത്ത് പുറത്തോട്ട് എടുക്കാം. അപ്പൊ നമുക്ക് I ഇൻറ്റു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC സ്ക്വയർ എന്ന് വരും. ഇതിൽ നിന്ന് I എങ്ങനെ കണ്ടുപിടിക്കാം? I ഈക്വൽ ടു B ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC സ്ക്വയർ. R സ്ക്വയർ പ്ലസ് XC സ്ക്വയറിന് എന്തെന്ന് എഴുതാം? Z എന്ന് എഴുതാം. ഓക്കെ, Z ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC സ്ക്വയർ. ഇനി ഇവിടുന്ന് ടാൻ ഫൈ വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇത് VC ആണ്. ഓപ്പോസിറ്റ് സൈഡ് VC ആണ്, അഡ്ജസന്റ് സൈഡ് VR ആണ്. അപ്പൊ VC ബൈ VR, IXC ഡിവൈഡ് ബൈ IR, ഐയും ഐയും ക്യാൻസൽ ആവും, XC ബൈ XR. അതിൽ നിന്ന് ഫൈ കണ്ടുപിടിക്കാം. ടാൻ ഇൻവേഴ്സ് XC ബൈ R എന്ന് കണ്ടുപിടിക്കാം. ഇത് ഏതിന്ന് കോസ് ഫൈ കണ്ടുപിടിച്ചേ? കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് ഫൈ ഏത് നമ്മൾ പവർ ട്രയാങ്കിൾ എടുത്താലും കോസ് ഫൈ സെയിം ആയിരിക്കും, R ബൈ Z എന്ന് തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി ആവറേജ് പവർ VI കോസ് ഫൈ ആണ്. ഇപ്പൊ നമുക്ക് വിക്ക് പകരം I ഇൻറ്റു Z എന്ന് എഴുതാം. അപ്പൊ I ഇൻറ്റു Z ഇൻറ്റു I ഇൻറ്റു കോസ് ഫൈ എന്താണ്? നമ്മളിവിടെ കോസ് ഫൈ എന്താ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? R ബൈ Z ആണ്. അപ്പൊ നമുക്ക് ഇതിനെ I ഇൻറ്റു Z ഇൻറ്റു I ഇൻറ്റു R ബൈ Z. അപ്പൊ ഇസഡും ഇസഡും ക്യാൻസൽ ആവും, I സ്ക്വയർ R എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ RC സർക്യൂട്ടില് പവർ കൺസ്യൂം ചെയ്യുന്നത് റെസിസ്റ്റൻസിൽ മാത്രമാണ്. ഓക്കെ, കപ്പാസിറ്റർ ഒരിക്കലും പവർ കൺസ്യൂം ചെയ്യില്ല. ഇനി ഇതിന്റെ ഇംപിഡൻസ് ട്രയാങ്കിൾ ഉണ്ട്. ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രയാങ്കിളിന്റെ
ഒരു പോർഷൻ മാത്രം എടുത്തുകൊണ്ടാണ് ഇംപെഡൻസ് ട്രയാങ്കിൾ വരയ്ക്കുന്നത്. അതായത് ഇത്രയും മാത്രം, ഈ വി, വി സി, വി ആർ. കേട്ടോ, ഇതാ വി, വി സി, വി ആർ. വി ആർ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആർ ആണ്. ഓക്കെ, വി സി എന്ന് പറയുന്നത് ഐ ഇൻറ്റു എക്സ് സി. ഇവിടെ നെഗറ്റീവ് ഇട്ടേക്കുന്നു, അത് നോക്കണ്ട, ഐ ഇൻറ്റു എക്സ്. ഇവിടെ വി എന്ന് പറയുന്നത് എന്താണ്? ഐ ഇൻറ്റു ഇസഡ്. അപ്പൊ ഈ മൂന്നിലും ഐ ക്യാൻസൽ ഔട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇസഡ്, ഇവിടെ എക്സ് സി, ഇവിടെ ആർ. അതാണ് ഇത്. അപ്പോ കോസ് ഫൈവ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ആർ ബൈ ഇസഡ് എന്ന് കിട്ടും. ടാൻ ഫൈവ് കണ്ടുപിടിക്കാം. എന്ത് വേണമെങ്കിലും ഈ ഇംപെഡൻസ് ട്രയാങ്കിൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ ഇതാണ് ആർ സി സീരീസ് സർക്യൂട്ട്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് ആണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. കേരളത്തിലെ തന്നെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു ഉഗ്രൻ കോംബോ പാക്കേജ് ഇന്ന് തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ.